അലീനയുടെ രഹസ്യം പരസ്യമാക്കാൻ രേവതിക്കുട്ടി വരികയാണ്. അതായത് വൈജയന്തിയുടെ മകളാണെന്ന് രേവതിക്കുട്ടി രോഹിത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ട് അലീന. അതായത് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ രേവതിക്കുട്ടിയോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് രോഹിത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് കൂട്ടായത്, അതായത് അലീന ചേച്ചിയും രേവതിക്കുട്ടിയും നിങ്ങളെങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുന്നു. രേവതിക്കുട്ടിക്ക് അലീന ചേച്ചിയുടെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും കുറിച്ച് അറിയാമോ എന്ന് വരെ ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കറിയാം, പക്ഷേ അത് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് സാധിക്കില്ല, ഒന്ന് പറഞ്ഞാലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, ഈ സന്ദർഭം അതിനുചിതമല്ല, എന്തായാലും ഒരിക്കൽ ഞാൻ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറയാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത്താണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കൃഷ്ണമോളോട് ബബിതയോട് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്കറിയാം, എന്നാലും അറിയാത്ത മാതിരി കൃഷ്ണമോൾ ഇരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം തന്നെ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ലതും അറിയോ എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീന പോവാറായിരിക്കുകയാണ്. അലീന നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് ബാലേന്ദ്രൻ കൊണ്ടാക്കാൻ നിൽക്കുമ്പോൾ തൻ്റെ ചേച്ചിയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് മാമച്ചനെയും ഗ്രേസിയെയും കൂട്ടി രേവതിക്കുട്ടി കടന്നു വരുമ്പോൾ വീണ്ടും രോഹിത്ത് ഈ ചോദ്യം തന്നെ ചോദിക്കുമ്പോൾ രോഹിത്തിനോട് മറച്ചു വയ്ക്കുന്നില്ല നമ്മുടെ രേവതിക്കുട്ടി. രോഹിത്തിനോട് അലീനയുടെ ജന്മരഹസ്യത്തെക്കുറിച്ച് രേവതിക്കുട്ടി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ അച്ഛനുമായിട്ട് അലീന ചേച്ചിക്ക് യാതൊരു തരത്തിലുള്ള രക്തബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അലീന ചേച്ചി നിങ്ങളുടെ സഹോദരി തന്നെയാണ് രോഹിത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അതായത് വൈജ നിങ്ങളുടെ അമ്മയിലെ ആ അമ്മയിൽ ജന്മം എടുത്ത മകളാണ് അലീന എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലുള്ള ബബിതയും നമ്മുടെ രോഹിത്തും ഞെട്ടുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ അത്ര ഞെട്ടുന്നില്ല. അപ്പോൾ കൃഷ്ണമോളുടെ അടുത്ത് നമ്മുടെ രോഹിത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിതിനെക്കുറിച്ചൊക്കെ അറിയാമോ എന്ന്. ആ സമയം നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാനും അച്ഛനും ഒന്ന് പോയപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്ക് നേരെ ചാടിക്കടിക്കുന്നുണ്ട് ബബിത എന്ന് കാണാനായിട്ട് കഴിയും.